കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും വിവാദങ്ങളുടെ കനൽ കോരിയിട്ടുകൊണ്ട് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ പുതിയ പ്രതികരണങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ വെറും രാഷ്ട്രീയ നാടകങ്ങൾ മാത്രമാണെന്നും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഗൂഢാലോചനയാണെന്നും മന്ത്രി തുറന്നടിച്ചു. പത്തനാപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അദ്ദേഹം കടുത്ത നിലപാടുകൾ വ്യക്തമാക്കിയത്. തന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് ഉയരുന്ന കഥകൾക്ക് പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിൽ യാതൊരു പ്രസക്തിയുമില്ലെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. പത്തനാപുരത്തെ ജനങ്ങൾക്ക് തന്നെ അറിയാമെന്നും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പിന്നിൽ കോൺഗ്രസ് ആണെന്നും അദ്ദേഹം ആരോപിക്കുന്നു. രാഷ്ട്രീയമായി നേരിടാൻ കഴിയാത്തവർ വ്യക്തിഹത്യ നടത്തുകയാണെന്നാണ് മന്ത്രിയുടെ പക്ഷം. ഏറ്റവും ശ്രദ്ധേയമായത് തന്റെ പ്രണയ വിവാദങ്ങളെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പരാമർശമാണ്. ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ചോദിക്കുന്നത് മാധവിക്കുട്ടിയോട് പ്രണയമുണ്ടോ എന്ന് ചോദിക്കുന്നതിന് തുല്യമാണെന്ന് അദ്ദേഹം പരിഹസിച്ചു. ഗണേഷ് കുമാറിന് ഒന്നല്ല 1000 പ്രണയങ്ങൾ ഉണ്ടെന്ന് അദ്ദേഹം വാചാലനായി. തന്റെ സ്നേഹവും പ്രണയവും ജനങ്ങളോടും കലയോടുമാണെന്ന സൂചന നൽകിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. എന്നാൽ ഇതിനെ വക്രീകരിച്ച് കാണാനാണ് രാഷ്ട്രീയ എതിരാളികൾ ശ്രമിക്കുന്നത്. തനിക്ക് എപ്പോഴും സ്വന്തം വീട്ടിൽ തന്നെയാണ് ശത്രുക്കളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങളും രാഷ്ട്രീയവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളതെന്ന് മന്ത്രി ചോദിച്ചു. പൊതുപ്രവർത്തനത്തിലെ മികവാണ് ജനങ്ങൾ വിലയിരുത്തേണ്ടത്, അല്ലാതെ കിടപ്പറയിലെ കാര്യങ്ങളോ സ്വകാര്യ സംഭാഷണങ്ങളോ അല്ല രാഷ്ട്രീയത്തിന്റെ അളവുകോൽ ആക്കേണ്ടതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മന്ത്രി രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അത്ര അധപ്പതനം തനിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ആരോപണങ്ങൾ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അവയെ താൻ പൂർണ്ണമായും തള്ളിക്കളയുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് ഈ വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഇത്തരം തരം താഴ്ന്ന രാഷ്ട്രീയ കളികൾ പത്തനാപുരത്ത് വിലപ്പോകില്ല. തന്റെ വ്യക്തി ജീവിതത്തിൽ ഇടപെടാൻ ആർക്കും അവകാശമില്ലെന്നും അതിനുള്ള മറുപടി ജനങ്ങൾ നൽകുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. നിലവിൽ ഉയരുന്ന ഈ വിവാദങ്ങൾ തന്റെ ഭൂരിപക്ഷം കൂട്ടുകയുള്ളൂ എന്നാണ് മന്ത്രിയുടെ ആത്മവിശ്വാസം. സഹതാപ തരംഗമല്ല, മറിച്ച് വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാകും വോട്ടായി മാറുന്നത്. തന്നെ വേട്ടയാടാൻ ശ്രമിക്കുന്തോറും ജനങ്ങൾ തന്നോട് കൂടുതൽ അടുക്കുകയാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. മുൻ DGP ആർ ശ്രീലേഖയ്ക്കെതിരെയും മന്ത്രി ആഞ്ഞടിച്ചു. തിരുവനന്തപുരം മേയർ സ്ഥാനം കിട്ടാത്തതിന്റെ കൊതിക്കെറുവാണ് ശ്രീലേഖ ഇപ്പോൾ തീർക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ ശ്രീലേഖയ്ക്ക് എന്ത് അധികാരമാണ് ഉള്ളതെന്നും മന്ത്രി ചോദിച്ചു. ആരോപണം ഉന്നയിക്കുന്നവർ അത് പറഞ്ഞ് ആസ്വദിക്കട്ടെ എന്ന നിലപാടാണ് അദ്ദേഹത്തിൻ്റെത്. ഇത്തരം അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഒരുതരം രോഗമാണ്. മാനസികമായി ഇത്തരം വൈകല്യങ്ങൾ ഉള്ളവരോട് സഹതാപം മാത്രമേയുള്ളൂ എന്നും ഗണേഷ് കുമാർ പരിഹസിച്ചു. ജനങ്ങൾക്ക് വേണ്ടി താൻ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തന്നെ വീണ്ടും ജയിപ്പിക്കും. പത്തനാപുരത്തെ വികസന മുരടിപ്പ് മാറ്റാൻ താൻ നടത്തിയ ശ്രമങ്ങൾ ജനങ്ങൾക്കറിയാം. അഴിമതിയില്ലാത്ത ഭരണമാണ് താൻ കാഴ്ചവെക്കുന്നതെന്നും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായുള്ള ബന്ധത്തെക്കുറിച്ച് മന്ത്രി മനസ്സ് തുറന്നു. സുകുമാരൻ നായർ ആവശ്യപ്പെട്ടാൽ സംഘടനയിലെ ഏത് പദവിയും രാജിവെക്കാൻ താൻ തയ്യാറാണ്. അദ്ദേഹത്തോടുള്ള ബഹുമാനം രാഷ്ട്രീയത്തിന് അതീതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സുകുമാരൻ നായരുടെ കാലം മുഴുവൻ അദ്ദേഹത്തിന്റെ നിഴൽ പോലെ നിൽക്കണമെന്ന് അന്തരിച്ച പിതാവ് ആർ ബാലകൃഷ്ണപിള്ള തന്നോട് പറഞ്ഞിട്ടുണ്ട്. അച്ഛന്റെ ആ വാക്കുകൾ താൻ അക്ഷരം പ്രതി അനുസരിക്കുമെന്നും മന്ത്രി വികാരധീനനായി പറഞ്ഞു. പത്തനാപുരം NSS താലൂക്ക് യൂണിയനെ നിയന്ത്രിക്കുന്നത് ജനറൽ സെക്രട്ടറി തന്നെയാണ്. താൻ ആ കസേരയിൽ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സംഘടനയ്ക്കുള്ളിൽ ഭിന്നതയുണ്ടാക്കാൻ ആരും ശ്രമിക്കേണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മന്ത്രിയുടെ ഈ പ്രസ്താവനകൾ രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. വ്യക്തിപരമായ ആരോപണങ്ങളെ വൈകാരികമായും രാഷ്ട്രീയമായും നേരിടാനാണ് ഗണേഷ് കുമാർ ശ്രമിക്കുന്നത്. ഇത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ചൂടുപിടിപ്പിക്കും. വിമർശകർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് രേഖാമൂലമുള്ള മറുപടി നൽകുന്നതിന് പകരം ജനകീയ കോടതിയിൽ വിധി തേടാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. പത്തനാപുരത്തെ വോട്ടർമാർ ഈ വിവാദങ്ങളെ എങ്ങനെ കാണുന്നു എന്നത് നിർണായകമാകും. ഗതാഗത വകുപ്പിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളും KSRTCയുടെ നവീകരണവും വോട്ടായി മാറുമെന്ന് മന്ത്രി വിശ്വസിക്കുന്നുണ്ട്. വിവാദങ്ങൾ പുകയുമ്പോഴും തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. തനിക്കെതിരെ നിൽക്കുന്ന ഗ്രൂപ്പുകളെയും വ്യക്തികളെയും അദ്ദേഹം കൃത്യമായി പേരെടുത്ത് പറഞ്ഞ് വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഇത് രാഷ്ട്രീയ ശത്രുക്കൾക്ക് കൂടുതൽ പ്രകോപനമാകാൻ സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായേക്കാം. എന്നിരുന്നാലും പത്തനാപുരം എന്ന തന്റെ കോട്ടയിൽ വിള്ളൽ വീഴ്ത്താൻ ആർക്കും കഴിയില്ലെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഗണേഷ് കുമാർ. കേരള രാഷ്ട്രീയത്തിലെ പടക്കുതിരയായ ബാലകൃഷ്ണപിള്ളയുടെ മകൻ പതറാതെ മുന്നോട്ടു പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.